ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. ഒരു ഭാഗത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമ്മർദ്ദം BLOമാർക്ക്, മറുഭാഗത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിത്വം ചോദ്യമുനയിലായ സ്ഥാനാർത്ഥികളുടെ സമ്മർദ്ദം മറുഭാഗത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ശേഷിക്കെ വോട്ടർ പട്ടികയെ ചൊല്ലി നിയമയുദ്ധമാണ്. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും പ്രതിപക്ഷവും സുപ്രീം കോടതിയിലാണ്. തിരുവനന്തപുരം മുട്ടടയിലെ ഇടതുകോട്ട പിടിക്കാനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെ ചൊല്ലി നിയമയുദ്ധമാണ്. കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാനിറക്കിയ സിനിമാ സംവിധായകൻ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം ത്രിശങ്കുവിലുമാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പിടിവാശിയോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം വൈഷ്ണ സുരേഷ് UDF സ്ഥാനാർത്ഥി ചർച്ചയുടെ ആദ്യഘട്ടത്തിലുണ്ടാവും. പരാതിക്കാരനായ ധനേഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. VPP മുസ്തഫ CPM പ്രതിനിധി, KP നൌഷാദ് അലി കോൺഗ്രസ് പ്രതിനിധി, S രാജേഷ് ജനറൽ സെക്രട്ടറി NGO സംഘ് എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നമുക്കൊപ്പമുണ്ട്. വൈഷ്ണ, ഗുഡ് ഈവനിങ്. വൈഷ്ണ, ഇന്നിപ്പോൾ ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം കൂടിയോ? ഗുഡ് ഈവനിങ് അരുൺ ചേട്ടാ. ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം തീർച്ചയായും കൂടിയിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ നമ്മൾ പറയേണ്ട പരാതികളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ നമ്മളെ കേട്ടു എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം നഗരസഭയിൽ ഒരാൾ പോലും അതിനുവേണ്ടി ഒരു സമയം നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ കേട്ടു. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. വൈഷ്ണ സുരേഷ്, ഒരുപാട് കുപ്രചരണങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒരുപാട് സാമൂഹിക ആക്രമണവും വൈഷ്ണ സുരേഷ് ഈ വിഷയത്തിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയേണ്ട 2-3 കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിട്ട്. വൈഷ്ണ ഇപ്പോൾ താമസിക്കുന്ന ഈ മുട്ടട വാർഡിൽ എത്ര കാലമായിട്ടാണ് അവിടെ താമസിക്കുന്നത്? അല്ല, ഈ മുട്ടട വാർഡ് എന്ന് പറയുന്നത് ഞാനും എന്റെ അച്ഛനും എല്ലാം ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ കുടുംബ വീടും കാര്യങ്ങളും ബന്ധുക്കളും എല്ലാം ഉള്ളത് തന്നെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കോർപ്പറേഷനിലും എല്ലാം ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനിലും ഇന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. ജന്മസ്ഥലമാണ് ഈ മുട്ടട വാർഡ് എന്ന് പറയുന്നത്. അവിടെ വൈഷ്ണയുടെ തറവാടുണ്ട്. ആ തറവാട്ട് വീട്ടിൽ വൈഷ്ണ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുമുണ്ട് അല്ലേ? അതെ അതെ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ 2020 വൈഷ്ണയ്ക്ക് വോട്ട് ഉണ്ടായിരുന്നു. അന്ന് 19 വയസ്സാണ് അല്ലേ? ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അത് ഈ മുട്ടടയിലെ വീട്ടിലെ മേൽവിലാസത്തിലായിരുന്നോ? അതെ, തീർച്ചയായും തീർച്ചയായും. എനിക്കൊരു മേൽവിലാസം ഉള്ളത് ഈ മുട്ടടയിലെ അഡ്രസ് തന്നെയാണ്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേറെ ഒരു മേൽവിലാസം ഞാൻ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ അഡ്രസ് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത്. അതെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ അഡ്രസ്സിൽ തന്നെയല്ലേ വോട്ട് ചെയ്തത്? അതെ അതെ അതെ. അപ്പൊ 3 തെരഞ്ഞെടുപ്പ് വൈഷ്ണ സുരേഷ് വോട്ട് ചെയ്തത് ഇതേ മേൽവിലാസത്തിൽ, ഇതേ മുട്ടടയിലെ മേൽവിലാസത്തിലാണ്. പിന്നീട് അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വൈഷ്ണ? ഇപ്പോൾ CPM പറയുന്നത് താങ്കൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഇവിടെ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്ത് വോട്ട് ചേർത്തു. കഴിഞ്ഞ ലോക്കൽ ബോഡിയിലും നിയമസഭയിലും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ വോട്ട് ചെയ്തിരുന്നു. അതെല്ലാം ഇതേ അഡ്രസ്സിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയ പാസ്പോർട്ടിൽ പോലും ഇതേ അഡ്രസ്സാണുള്ളത്. ഞാൻ ഡയറക്റ്റ് ആണ് പാസ്പോർട്ട് എന്തായാലും മറ്റൊരാൾക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് കയ്യിലല്ലേ തരുള്ളൂ. അപ്പോൾ പോലും ഇതേ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ പാസ്പോർട്ട് ഉൾപ്പെടെ മേടിച്ചിട്ടുള്ളത്. ഓക്കെ വൈഷ്ണ, അതിനുശേഷം ഈ ഒക്ടോബർ 25 മറ്റോ ആണ് ഈ അന്തിമ പട്ടിക വരുന്നത്. ആ സമയത്ത് വോട്ടർ പട്ടിക നോക്കിയിരുന്നോ വൈഷ്ണ സുരേഷ്? അപ്പോൾ ഈ മേൽവിലാസത്തിൽ എന്തെങ്കിലും മാറ്റമോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അല്ല, വോട്ടർ പട്ടിക നോക്കിയിരുന്നു. മേൽവിലാസത്തില് TCയിലെ നമ്പർ മാത്രമേ ചെറിയ മിസ്മാച്ച് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വീട്ടുപേരും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ്. പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യാനായി പോയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം ഇപ്പൊ കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ വൈഷ്ണ, മറ്റൊരു സ്ഥലത്ത് വൈഷ്ണ വോട്ട് ചേർത്തിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല, ഇതുവരെ ചേർത്തിട്ടില്ല. അതെല്ലാം ബഹുമാനപ്പെട്ട കോടതി നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ ഒരിടത്തെ വൈഷ്ണ ചേർത്തിട്ടുള്ളൂ. അവിടെയുള്ള ഈ TC നമ്പർ ഒന്ന് മിസ്മാച്ച് ആയതാണ്. അത് വെറും സാങ്കേതികമായ ഒരു വിഷയം മാത്രമാണ് അല്ലേ വൈഷ്ണ? അതെ, തീർച്ചയായും തീർച്ചയായും. ഓക്കെ, ഇപ്പോൾ CPM പറയുന്നത് ഇപ്പോൾ വൈഷ്ണയ്ക്ക് ഒരു അവസരം കൊടുത്താൽ ബാക്കി CPMലെ ആളുകൾക്ക് കൂടി അവസരം കൊടുക്കണമെന്നൊരു വാദം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? വൈഷ്ണയുടെ മുന്നിൽ വെച്ചാണോ അവർ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്?
അല്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതലായി എനിക്ക് അറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും ഇന്നത്തെ ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കോടതിയുടെ അനുകൂലമായിട്ടുള്ളൊരു പരാമർശം വന്നു. പക്ഷേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പറഞ്ഞോ? പോസിറ്റീവായിട്ടാണോ റെസ്പോൺസ്? അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നാളെ 12 മണിയോടുകൂടി അറിയിക്കാം എന്നുള്ളതാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് നിയമങ്ങളിലും നീതിന്യായങ്ങളിലും എല്ലാം തന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വൈഷ്ണ. ധനേഷും കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. വൈഷ്ണയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ വൈഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ധനേഷ്, ഇപ്പോൾ വൈഷ്ണ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. ആദ്യത്തെ ഒരു ചോദ്യം, ഇത് കോടതി ചോദിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പിൽ സാങ്കേതികമായ കാരണങ്ങളാൽ മാത്രം ആ ബൂത്തിൽ ഒരു TC നമ്പർ തെറ്റിപ്പോയി എന്നതുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ളത് അനീതിയല്ലേ ധനേഷ് കുമാർ? അതിനെ നമ്മളെല്ലാവരും മറ്റൊരു സ്ഥലത്തൊരു ഈ കുട്ടി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ധനേഷ് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ വൈഷ്ണവ് തന്നെ പറയുന്നു മറ്റൊരിടത്തും ഈ കുട്ടി വോട്ടർ പട്ടികയിലില്ല, ഒരിടത്തും ഈ കുട്ടി ചേർന്നിട്ടില്ല. 3 തെരഞ്ഞെടുപ്പുകളിലും ഇതേ മേൽവിലാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ TC നമ്പറിൽ മാറ്റം വന്നു. അതൊരു സാങ്കേതികമായ തടസ്സമാണ്, ഒരുപക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം പരാതി നൽകി. ധനേഷ് ഇന്ന് ഹിയറിംഗിൽ എന്താണ് ധനേഷ് അവതരിപ്പിച്ചത്? ധനേഷിന് ആത്മവിശ്വാസമുണ്ടോ വൈഷ്ണവ് ഒഴിവാക്കുമെന്ന്? അത് എനിക്കറിയില്ല. ഞാൻ കൊടുത്ത പരാതി കുറച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി, കഴിഞ്ഞ 8 വർഷമായി ഈ പ്രദേശത്ത് താമസമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് മാത്രമല്ല നമ്മൾ ഒഴിവാക്കാൻ കൊടുത്തത്. അവിടെ ഒരു 6 പേരുണ്ടായിരുന്നു. 6 പേര് പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ ഒരു 6 പേര് ആ പ്രദേശത്ത് താമസിക്കാത്ത ആളുകളാണ്. ആ കാരണങ്ങളാണ് അപേക്ഷ കൊടുത്തത്. ഈ ഒഴിവാക്കണമെന്ന് പറഞ്ഞ അപേക്ഷ അല്ല, ഈ കുട്ടിയെ മാത്രം ഒഴിവാക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടില്ല. ഈ താമസമില്ലാത്ത ആളുകൾ, ഈ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ വർഷങ്ങളായിട്ട് ഇപ്പം താമസമില്ലാത്തവരെയൊക്കെ റിജക്ട് ചെയ്ത് BLOമാരെ കൊണ്ട് ഒഴിവാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. അല്ല ധനേഷ് കുമാർ, ഈ കുട്ടിയുടെ തറവാട് വീട് ഇപ്പോഴും മുട്ടടയിൽ തന്നെയല്ലേ? വൈഷ്ണവിയുടെ തറവാട് വീട് ഇപ്പോഴും മുട്ടട വാർഡിൽ തന്നെയല്ലേ ധനേഷ്? തറവാട് വീടൊക്കെ പൊളിച്ചു പോയി. തറവാട് വീട് പൊളിച്ച് വേറെ പോയി. ഇത് ഒരു സന്ദീപ് എന്ന് പറഞ്ഞ ഒരു ബന്ധുവിന്റെ വീടാണ്. ബന്ധുവിന്റെ വീട്ടിൽ കുറെ നാൾ താമസിച്ചിരുന്നു എന്നുള്ളതല്ലാതെ തറവാട് വീടല്ല. തറവാട് വീട് വേറെയാണ്. അത് പൊളിച്ചു പോയി. അതൊക്കെ പൊളിച്ച് വേറെ ആളുകൾ വീട് വെച്ചു. അവിടെ ഇപ്പോൾ ഈ പറയുന്ന വീടെന്ന് പറഞ്ഞാൽ 18564 എന്ന് പറയുന്നത് സന്ദീപ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ അവരൊരു ബന്ധുവിന്റെ വീടാണ്. ഇന്നലെ വരെ കുടുംബ വീടെന്നാണ് പറഞ്ഞത്. ഇന്ന് പറയുന്നത് റിലേറ്റീവ് ബന്ധുവിന്റെ ഒരു വീടാണ്. പക്ഷേ അവിടുത്തെ TC നമ്പർ യഥാർത്ഥത്തിൽ 18/2365 യഥാർത്ഥ TC. കഴിഞ്ഞ 15 വർഷമായി ആ വീടിന്റെ TC നമ്പർ 2365. പക്ഷേ പുതിയതായിട്ട് ഒരാൾ വോട്ട് ചേർക്കുമ്പോൾ, അല്ലെ ഒരാൾ ഇലക്ഷൻ കാർഡ് ചേർക്കുമ്പോൾ, ഒരാൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഏത് TC ആണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത്? പുതിയ TC അല്ലേ, അല്ലെ മറ്റേത് ഓൾഡ് TC 3/564 എന്നുള്ള ഓൾഡ് TCയും പുതിയ TC 18/2365 എന്നുള്ള 2365 എന്നുള്ള TC ആണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത്. എല്ലാ കാര്യത്തിനും അതാണ് ചേർക്കേണ്ടത്. പക്ഷേ ഈ TC ചേർത്തിട്ടില്ല. കാരണം ആ കുട്ടി അവിടെ താമസമില്ല, ആ പ്രദേശത്തെ താമസമില്ല. അമ്പലമുക്ക് പ്രദേശത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് പോയിട്ടുണ്ട് 7-8 വർഷമായില്ലേ? അല്ല ധനേഷ്, വൈഷ്ണയ്ക്കും കുടുംബത്തിനും അവിടെ ഒരു പ്രോപ്പർട്ടി ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അത് ബന്ധുവിൻ്റെതാണെങ്കിലും അതിനകത്ത് അവർക്ക് ഓഹരിയൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല. ഇവർക്കുള്ള ഷെയർ ഇവർ വിറ്റിട്ടാണ് പോയത്. ഇവരുടെ ഷെയർ വിറ്റ് അമ്പലമുക്കിലോട്ട് മാറിയിട്ട് തന്നെ 7 വർഷമായി. ശരി, ഒരു കാര്യം കൂടി, ഈ 7 വർഷമായി എവിടെ മാറിയിട്ട് ആയിക്കോട്ടെ, ബന്ധുവിന്റെ വീട്ടിൽ അത് എവിടെയാണ് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ മറ്റൊരു വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ലല്ലോ ധനേഷ് കുമാർ. അമ്പലമുക്കിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ ഈ വൈഷ്ണവ്? ഇവർക്ക് ചേർക്കാൻ വരുന്നത് ഇവർ ആർക്ക് വേണോ വാടകയ്ക്ക് താമസിക്കുന്ന ആളായാലും ഒറ്റ വാങ്ങിച്ച് താമസിക്കുന്ന ആളായാലും എവിടെയാണോ താമസിക്കുന്നത് അവർക്ക് അവിടെ വോട്ട് ചേർക്കാൻ വരുന്നു. ധനേഷേ, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അവിടെ 7 വർഷമായിട്ട് സ്ഥിരതാമസമില്ല. പക്ഷേ ചില ആളുകൾ അവരുടെ തറവാട് വീടിരുന്ന സ്ഥലം ഒരുപക്ഷെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കൊടുത്തു പോയാൽ ഇപ്പോൾ ഇതേ മേൽവിലാസത്തിലാണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതേ മേൽവിലാസത്തിലാണ് പാസ്പോർട്ട് എടുത്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം കൂടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കുട്ടി വോട്ട് ചെയ്തത് ഇതേ മുട്ടട വാർഡിലെ ഈ 3/564 എന്ന നമ്പറിലാണ്?
അല്ല അത് ഇലക്ഷൻ കമ്മീഷന്റെ വേറെ സൈറ്റാണ്. വോട്ടർ പട്ടിക ഈ വോട്ടർ പട്ടികയിലല്ല. അത് ആയിക്കോട്ടെ സർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക വേറെ, സാർ സമ്മതിച്ചു പാർലമെന്റ് ധനേഷ്. തെരഞ്ഞെടുപ്പിന്റെ പക്ഷേ ആ അതിൽ കുട്ടി ചേർക്കുമ്പോൾ ഞങ്ങളുടെ പറഞ്ഞിട്ടല്ല ചേർക്കണം. എനിക്ക് മനസ്സിലായി ധനേഷ്. പക്ഷേ ധനേഷ്, എന്റെ ചോദ്യം ഇതാണ്, ലോക്സഭയിലും തെറ്റായ ഒരു നിയമസഭയിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിലും വൈഷ്ണവ് സുരേഷിന് ഇതേ മേൽവിലാസമായിരുന്നില്ലേ? ഇല്ല, വോട്ടില്ലായിരുന്നു. 2020 വോട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കുട്ടി പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോയില്ല, പക്ഷേ അന്ന് വോട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, അത് ഇതേ മേൽവിലാസമാണ്. പോട്ടെ, 2021 ഇതേ ലിസ്റ്റിൽ ഇതേ മേൽവിലാസത്തിലല്ലേ ആ കുട്ടിക്ക് വോട്ടുണ്ടായിരുന്നത്? 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ലിസ്റ്റിലാണ് ഈ കുട്ടിക്ക് പേരുണ്ടായിരുന്നത്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ മേൽവിലാസത്തിലാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ലിസ്റ്റ് അല്ല, അത് മറ്റൊരു ലിസ്റ്റാണ്. അല്ല, അത് വേറെ ലിസ്റ്റാണ്. ആയിക്കോട്ടെ സാർ, പക്ഷേ ആ വോട്ട് ഈ കുട്ടിക്ക് കിട്ടിയത് ഇതേ മേൽവിലാസത്തിൽ നിന്നാണ്. തെറ്റായ വിവരം കൊടുത്തിട്ട് അവര് പഴയ റെക്കോർഡുകൾ തയ്യാറാക്കി ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. ബന്ധുവിന്റെ വീട്ടിലെ TC നമ്പർ കോടതി ചോദിച്ചൊരു ചോദ്യം ധനേഷ്, എനിക്ക് മനസ്സിലായി ധനേഷ്, ഒരു കോടതി ചോദിച്ചൊരു ചോദ്യം. ഇപ്പൊ ഈ കുട്ടി മറ്റേതെങ്കിലും ഒരു വാർഡിൽ പോയി ഒരു വോട്ടർ ID കാർഡ് എടുത്തിരുന്നെങ്കിൽ ധനേഷ് പറയുന്നതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള നീതിയുണ്ട്. മറ്റേത് സാങ്കേതികമായ ന്യായം മാത്രമാണ്. കാര്യം ഈ കുട്ടി വേറൊരിടത്തും എടുത്തിട്ടില്ല, അപ്പോൾ ഇവിടെ മാത്രമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ മേൽവിലാസത്തിലാണ് കഴിഞ്ഞ 3 തവണയും വോട്ടർ ID കിട്ടിയത്, പാസ്പോർട്ട് കിട്ടിയത്. ഈ കുട്ടിയുടെ എല്ലാ രേഖകളും ഈ മേൽവിലാസത്തിലാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ വോട്ട് നിഷേധിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് കോടതി ചോദിച്ച ചോദ്യം. അതെ, ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ താമസമില്ലാത്ത ആൾക്ക് പഴയ രേഖ വെച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ടർ പട്ടികയിൽ അവിടെ താമസമില്ല, 5-6 കൊല്ലമായി ആ പ്രദേശത്ത് താമസമില്ലാത്ത ആൾക്ക് പഴയ രേഖകൾ വെച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ കുട്ടി താൽക്കാലികമായി മറ്റു സ്ഥലത്ത് താമസിച്ചാൽ പോലും ഒരുപക്ഷെ തറവാട് വീടായതുകൊണ്ട് ഇതേ മേൽവിലാസം സൂക്ഷിച്ചു, മറ്റൊരിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ആ കുട്ടിയുടെ ആവശ്യം ന്യായമല്ലേ? അദ്ദേഹത്തിന് അവര് സ്വന്തം വീടുണ്ടായിരുന്നല്ലോ 18, ഇത്രയും നാളായിട്ട് 18/22/53/3 എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ പേര് ചേർത്തിട്ടില്ല. അവർ 7 വർഷത്തിന് മുമ്പ് വരെ അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു പേരും ചേർത്തില്ല, രേഖ ചേർത്തിട്ടില്ല. അപ്പൊ സ്വന്തം വീട്ടിൽ ചേർക്കാതെ ബന്ധുവിന്റെ വീട്ടിൽ ചേർക്കുന്നു പറയുന്നത് ന്യായമാണോ? ഈ സ്വന്തം വീടെന്ന് പറയുന്നത് ഏതാണ്? വാങ്ങി മുട്ടടയിൽ തന്നെ വേറൊരു വീടുണ്ട്. മുട്ടടയിൽ വേറൊരു വീടുണ്ടായിരുന്നു, അത് വിലക്ക് കൊടുത്തിട്ട് പോയി. ഇവരുടെ പേരിൽ, ഇവരുടെ സ്വന്തം പേരിലുണ്ടായിരുന്ന വീട് 18/22/59/3 എന്ന് പറയുന്ന ഇവരുടെ സുരേഷിന്റെ അവരുടെ അച്ഛന്റെ പേരുണ്ടായിരുന്ന വീട് വിറ്റിട്ട് പോയി 7 വർഷത്തിന് മുമ്പേ. അതിൽ ഒരു രേഖ ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ആരായാലും ഒരു ബന്ധു വീട്ടിൽ താമസിച്ചാലും സ്വന്തം വീട് വരുമ്പോൾ എല്ലാ രേഖകളും സ്വന്തം വീട്ടിലാക്കണ്ടേ? വൈഷ്ണവ് സുരേഷിന് ഒരു വോട്ട് നിഷേധിക്കുന്നത് സാങ്കേതികമായ കാരണങ്ങളാൽ വോട്ട് നിഷേധിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമായ ശരികേടില്ലേ? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഒഴിവാക്കാനല്ലല്ലോ, ആളുകളെ ചേർക്കാനല്ലേ ശ്രമിക്കുക. ഞങ്ങൾ അപേക്ഷ അതിൽ ഞങ്ങൾ ഒരാളെ മാത്രമേ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തതല്ല. നിങ്ങളെല്ലാവരും വൈഷ്ണവിയെ മാത്രമേ ന്യായീകരിക്കണുള്ളൂ. ഞങ്ങൾ വോട്ടർ പട്ടിക താമസമില്ല എല്ലാവരെയും ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 6-7 പേരാണ് ഇപ്പോൾ അവസാന സമയത്ത് കൊടുത്തത്. നേരത്തെ ഒരു 15 പേരുടെ പേര് കൊടുത്തിരുന്നു, ഇനി താമസം ഇല്ലാത്ത ആളുകളുടെ. അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കില്ല. 2 പ്രാവശ്യം അപേക്ഷ കൊടുത്തു, ഇതിനും അപേക്ഷ കൊടുത്തു. 6 പേരുടെ പേരാണ് കൊടുത്തത്. ധനേഷ് കുമാർ, ഒരു കാര്യം കൂടി, ഈ 6-7 വർഷമായി ഈ വൈഷ്ണവ് സുരേഷ് ഈ മുട്ടടയിൽ താമസിച്ചിരുന്നില്ല എന്നതിന് നിങ്ങൾക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ കഴിയുക? ഞാൻ എന്റെ തൊട്ടടുത്ത വീട്ടിലാണ്. തെളിവ് തന്നെയാണ്. തെളിവ് സ്വന്തം വീട് അവിടെ ഉണ്ട്. 18/22/59 വീടുണ്ട്. പാസ്പോർട്ടിലെ മേൽവിലാസം വൈഷ്ണവിക്ക് അനുകൂലമാണ്. വോട്ടർ ID കാർഡിൽ, നിലവിലുള്ള വോട്ടർ ID കാർഡിൽ, അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ID കാർഡ്, അതിലെ വോട്ടർ പട്ടികയിൽ ഈ കുട്ടിക്ക് ഇതേ മേൽവിലാസമാണ്. 2021 ഇതേ മേൽവിലാസമാണ്. പകരം അവിടെ താമസമില്ല എന്നുള്ളതിന് രേഖ കൊടുക്കണമല്ലോ. വേറെ എവിടെയെങ്കിലും ഒരിടത്ത് ഈ കുട്ടിക്ക് വോട്ടർ അവകാശമുണ്ടല്ലോ? അവിടെ താമസിക്കുന്ന അനിമോൾ എന്നുള്ള ഒരാളാണ് 2 വർഷമായി അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അനിമോൾ രേഖ കൊടുത്തല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചപ്പോൾ അത് വെച്ചിരുന്നാൽ മതി, കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. അവിടെ താമസിക്കുക. എനിക്ക് കോടതിയിൽ നിന്നുള്ള പേപ്പർ ഇന്നാണ് കിട്ടി. ഇന്ന് രാവിലെ 10 മണിക്കാണ് കോടതിയിൽ നിന്നുള്ള പേപ്പർ കിട്ടിയത്. അനിമോൾ എന്നുള്ള ഒരാളാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവർ ഇന്നലെയും അവർ ഗ്യാസ് എടുത്തതിൻ്റെ ബില്ല്, ഇന്നലെ എടുത്തതിൻ്റെ ബില്ല് പോലും അവർ നമുക്ക് തന്ന്. അവർ വേറെ ആരെ വോട്ട് ചേർക്കാനോ അവിടെ താമസം ഇല്ലയെന്ന് അവർ എഴുതി തന്നിട്ടുണ്ട്. അത് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ അത് വേണ്ടാന്ന് പറഞ്ഞു.
ഓക്കെ. അതെല്ലാം കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. താമസമില്ല എന്നുള്ള അവിടെ താമസിക്കുന്ന അനുമോളാണെന്നുള്ളതും ഇതിൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചട്ടമനുസരിച്ച് ആ വാർഡിൽ സ്ഥിരതാമസമില്ലെങ്കിൽ അവിടെ മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ കഴിയില്ല. അതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചട്ടപ്രകാരം ഉള്ളൊരു പ്രശ്നം. അതും അവിടെ ഒരു സാങ്കേതിക വിഷയമായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വൈഷ്ണയ്ക്ക് അവിടെ മത്സരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റാരെങ്കിലും പരാതി കൊടുത്തിരുന്നില്ലെങ്കിൽ. അപ്പോൾ ധനേഷ് ഇതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു, കോടതിയിൽ പോവുകയാണ്. ഈ പറയുന്ന ഗ്യാസിന്റെ റെസിപ്റ്റ് അടക്കമുള്ള രേഖകളുമായി കോടതിയിൽ പോകും, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് മുന്നിലും ഇതേ പരാതി ആവർത്തിച്ചു അല്ലേ? ഉണ്ട്. അതെ അതെ ഓക്കെ അതെ ഓക്കെ. താങ്ക് യു ധനേഷ് കുമാർ. നമ്മൾ ധനേഷ് കുമാറിനെയും കേട്ടു, നമ്മൾ വൈഷ്ണ സുരേഷിനെയും കേട്ടു. സാങ്കേതികമായി ധനേഷ് കുമാർ പറഞ്ഞതിൽ തദ്ദേശ സ്വയംഭരണ നിയമത്തിലെ ചട്ടമനുസരിച്ച് അതാത് വാർഡിൽ അതാത് ഡിവിഷനിൽ മേൽവിലാസമുള്ളവർക്ക് മാത്രമേ അവിടെ വോട്ട് ചെയ്യാൻ കഴിയൂ. മറ്റൊരു സ്ഥലത്താണ് സ്ഥിരതാമസമെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല, അത് പുതിയ സ്ഥലത്ത് വോട്ട് ചേർക്കേണ്ടതാണ്. പക്ഷേ വൈഷ്ണ സുരേഷിൻ്റെ 3 ഐഡികളിലും 2020, 2021, 2024 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലും ഇതേ മേൽവിലാസമാണ്, പാസ്പോർട്ടിലും ഇതേ മേൽവിലാസമാണ്. ഇതിന് തറവാട് വീടാണ്, അവിടെ മറ്റൊരു ബന്ധുവാണ് താമസിക്കുന്നത് എന്നതാണ് വാസ്തവം. ഇതാണ് വൈഷ്ണ സുരേഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. താങ്ക് യു ധനേഷ്. ഞാൻ കെ പി നൗഷാദ് അലിയിലേക്ക് വരാം. കെ പി നൗഷാദ് അലി, അതിനു മുൻപ് ഇന്ന് രാവിലെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ച കല്ലായി ഡിവിഷനിൽ മത്സരിക്കേണ്ടിയിരുന്ന VM വിനുവിൻ്റെ ഒരു പ്രതികരണമുണ്ട്, നമുക്കതൊന്ന് കേട്ടുവരാം. ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ എന്ന് കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ. കെ പി നൗഷാദ് അലി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് VM വിനു പ്രചരണം തുടങ്ങിയത്. കോർപ്പറേഷൻ പിടിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കം പിഴച്ചോ? 2025 മാത്രമല്ല 2020 വോട്ടർ പട്ടികയിലും VM വിനുവിൻ്റെ പേരുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിക്കാതെ പോയതാണോ? ജാഗ്രതക്കുറവാണോ? നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചത് CPM ഇടപെട്ട് വോട്ട് ഒട്ടിമാറ്റി എന്നാണ്. കെ പി നൗഷാദ് അലി, ഇവിടെ അരുൺകുമാർ ഏതായാലും VM വിനുവിനെ പോലെയുള്ള സമൂഹം അറിയുന്ന ആളുകളുടെ പേര് പോലും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് നമ്മുടെയൊക്കെ സിസ്റ്റത്തിൻ്റെ കാര്യമായ അപാകതകൾ വിളിച്ചോതുകയാണ്. അത് രാഷ്ട്രീയത്തിലുപരിയായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഇവിടെ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കും. കാരണം ഒരു വാർഡിൽ വോട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് വേറെ എവിടെയും ആ വാർഡിന് പുറത്ത് മത്സരിക്കാൻ കഴിയില്ല എന്ന് തദ്ദേശ സ്വയംഭരണ ചട്ടത്തിൽ എവിടെയും പറയുന്നില്ല. ആ വാർഡിൽ വോട്ടില്ലെങ്കിലും ആ പഞ്ചായത്തിനകത്തോ ആ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനകത്തോ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ആ വാർഡ് പരിധിയിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ്. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സ്ഥാനാർത്ഥികളും കൃത്യമായിട്ട് ആ വാർഡിൽ തന്നെ മത്സരിച്ചു കൊള്ളണമെന്നില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ ഈ SIRൻ്റെ ഒരു ഉദ്ദേശശുദ്ധി, അത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ കൊടുത്ത പ്രയറിൽ പറയുന്നത് പോലെ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയൊന്നും നമ്മൾ വലിയ തോതിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ മുതിരുന്നില്ല. പക്ഷേ അത് പറയപ്പെടുന്ന അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശശുദ്ധി നിറവേറ്റും വിധം കേന്ദ്ര സർക്കാർ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും അഭ്യർത്ഥന. കാരണം ഇവിടെ ഒരുപടി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും പുറംവാതിൽ വഴി തിരികെ കയറ്റാനും ഒക്കെയുള്ളൊരു അഭ്യാസമായിട്ട് ഈ SIRനെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ അത് രാജ്യത്തുടനീളം ദൃശ്യമാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2-2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് LDFും UDF ഒക്കെ മാറി മാറി അധികാരത്തിലേറിയിരുന്നത്. അത്തരമൊരു സംസ്ഥാനത്ത് SIRൻ്റെ ഭാഗമായി ഒരു ബീഹാർ മോഡലിൽ 60 ലക്ഷമൊന്നും വെട്ടിമാറ്റിയില്ലെങ്കിലും ഒരു 10 ലക്ഷമെങ്കിലും വെട്ടിമാറ്റിയാൽ അത് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കേരളത്തിൽ ഇടവരുത്തും. അപ്പോൾ അതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര പരിചയമില്ലാത്ത സങ്കീർണമായൊരു പ്രക്രിയ പിന്നെ അസമയത്ത് നടത്തുമ്പോൾ, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജനകീയ പ്രാദേശിക ഉത്സവമാണ്. ഒരു പക്ഷേ പിന്നെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെക്കാൾ പ്രാദേശിക നേതൃത്വം സജീവമാകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും എല്ലാ പ്രസക്തിയും എല്ലാ കണ്ണുകളും ആ തെരഞ്ഞെടുപ്പിലേക്കാണ്. അവിടെ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലെ റീ എൻറോൾമെൻറ്റ് ഈ പറഞ്ഞ തീയതിക്ക് അകം
ഇത്ര ഗൗരവപ്പെട്ട് നടക്കാൻ ഇട വളരെ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതൊരു വസ്തുതയാണ്. മാത്രമല്ല, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോർട്ടേജ് ഉണ്ട്, സമ്മർദ്ദമുണ്ട്, ഡെഡ് ലൈൻ ഉണ്ട്, പലതരത്തിലുള്ള ഭീഷണികൾ അവർക്ക് പുറത്തു നിന്നുണ്ട്. അങ്ങനെ ഒരു ചകിതമായ ഒരു അന്തരീക്ഷത്തിലല്ല ഇത്തരത്തിലുള്ള ഗൗരവപൂർണമായ ഒരു എക്സർസൈസ് നടത്തേണ്ടത് എന്ന് ഔചിത്യമുള്ള ഏതു മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് അത് കൃത്യമായിട്ട് മനസ്സിലാകാതെ വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു ജനവിരുദ്ധത ആവർത്തിച്ച് പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും സംശയവും ഉണ്ടാക്കുന്നത്. സുപ്രീം കോടതിയുടെ മുമ്പാകെ വിവിധ സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൊടുത്ത ഹർജിയിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിതല തെരഞ്ഞെടുപ്പിൻ്റെ ആരവം ഒഴിഞ്ഞതിന് ശേഷം ഇവർ SIR നടത്തട്ടെ. നമ്മുടെ നിയമസഭയുടെ കാലാവധിയൊക്കെ കഴിയുന്നത് മെയ്യിലാണ് എന്നുകൂടി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും അധികൃതരും ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരമൊരു ശബ്ദം ഉയർത്തുന്നതിന് BJP എന്തിനാണ് പുറകോട്ട് മാറി നിൽക്കുന്നത്? അവർ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ SIR വേണം എന്നൊക്കെയുള്ള തരത്തിൽ വാദമുഖങ്ങൾ ഉയർത്തുന്നത് എന്തിനാണ് എന്നുള്ളതിന് BJPയുടെ അല്ലെങ്കിൽ വലത് രാഷ്ട്രീയത്തിന്റെ പ്രതി മറുപടി പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, ഈ VM വിനുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിച്ച് കോൺഗ്രസ് നിർത്തുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു ഗൃഹപാഠമെങ്കിലും കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നില്ലേ? 2020 വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. കളക്ടർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. 2025 വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയത്തോ അതിന് ശേഷം നവംബർ 4-5 തീയതികളിൽ പേര് കൂട്ടിച്ചേർക്കാൻ അവസരം കൊടുത്തപ്പോഴോ ഒന്നും ഈ VM വിനു അടക്കമുള്ളവരത് ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലേ? പക്ഷേ അതിനു മുമ്പ് VM വിനു വന്ന് CPM-നെ കുറ്റം പറയുകയാണ്. CPM ആണ് ഇടപെട്ട പേര് മാറ്റിയത് താൻ വിജയിക്കുമെന്ന സാധ്യത കണ്ടപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയായോ KP നൗഷാദ് അലി? അല്ല, ഇവിടെ VM വിനു പറഞ്ഞ ആ കാര്യത്തിന് CPM ആണ് അതിൻ്റെ പിറകിലെന്നുള്ളത് അതൊരു തെറ്റായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് വേളയിലാണ് ആളുകളുടെ വോട്ട് തള്ളിക്കുകയും ആളുകളുടെ വോട്ട് ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ CPM-ൻ്റെ പ്രവർത്തകരായിരിക്കണം. അദ്ദേഹത്തിൻ്റെ തിരക്ക് മുൻനിർത്തി അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന പഴുത് പ്രയോജനപ്പെടുത്തിയിട്ട് അത് വെട്ടിമാറ്റാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടാവുക. അത് VM വിനു പറഞ്ഞതിന് മറ്റൊരർത്ഥത്തിൽ അരുൺകുമാർ എടുക്കേണ്ടതില്ല. 2020 അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരില്ല. പക്ഷെ അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത VM വിനു വോട്ട് ചെയ്തെങ്കിൽ അത് കള്ളവോട്ടായില്ലേ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത VM വിനു എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിന് അധികൃതരാണ് മറുപടി പറയേണ്ടത്. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാന സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ മറുപടി പറയണം. എന്തായാലും തർക്കം, VM വിനു അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പട്ടികയിലില്ല എന്നിപ്പോൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഈജിയൻ തൊഴുത്തു മാതിരിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയൊക്കെ. അതിന് പല മറിമായങ്ങളും പലതരത്തിലും സംഭവിക്കും. വിനു അതിലൊന്നും ഒരു നാരോ ആംഗിളിൽ കാണേണ്ട ഒരു സമയമല്ല ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പലതും കാണും. പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരങ്ങളുടെ അവസാന ദശ കഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇനി വീണ്ടും അതിന് ചില അപൂർവ അവസരങ്ങളൊക്കെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കെട്ടടങ്ങുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. മുസ്തഫ, VM വിനുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് കണ്ട് ഭയന്ന് ആ പഴുതുപയോഗിച്ച് അദ്ദേഹത്തിനൊന്നും ശ്രദ്ധിക്കാനുള്ള സാവകാശമില്ല എന്നുള്ള പഴുതുപയോഗിച്ച് CPM-ൻ്റെ കേന്ദ്രങ്ങൾ എതിർകക്ഷികൾ കൂടി പിന്തുണയോട് കൂടി വെട്ടിമാറ്റിയതാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. VM വിനു പറഞ്ഞത്, ഞാനെന്താ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിപ്പോയോ? കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യയുമായി എറണാകുളത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ മാലാപ്പറമ്പിലെ 4ാമത്തെ നമ്പർ ബൂത്തിൽ 8ാം ഡിവിഷനിൽ മാലാപ്പറമ്പിൽ 4ാമത്തെ ബൂത്തിൽ വന്ന് ഞാൻ വോട്ട് ചെയ്തെന്ന് ഇപ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിനു ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് വിനുവിൻ്റെ വോട്ട് വെട്ടിമാറ്റുന്നു, മറുഭാഗത്ത് വൈഷ്ണവ് സുരേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കാൻ പറ്റാത്ത തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതാണ് കോൺഗ്രസ് CPM-ന് മേൽ ആരോപിക്കുന്നത്. VP മുസ്തഫ. പ്രിയപ്പെട്ട അരുൺ, ശ്രീ VM വിനുവിന് വോട്ടുണ്ടാകണം, വൈഷ്ണവ് സുരേഷിന് വോട്ടുണ്ടാകണം, അവരെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ വോട്ടർ ലിസ്റ്റ് ഉണ്ടാകണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാടും നയവും എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആരെയും നിഷേധിക്കരുത്, ആരെയും വിരോധിപ്പിക്കരുത്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അതുകൊണ്ട് വിനുവിനും വൈഷ്ണവ്ക്കും എല്ലാം വോട്ടുണ്ടാകണം. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു സംഗതി നടക്കുക. നമ്മുടെ ഈ ആളുകൾക്ക്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അരുൺ, എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം സങ്കീർണതകൾ അറിയണമെന്നില്ല. ആളുകൾക്ക് വോട്ടർ പട്ടികയും പേര് ചേർക്കുന്നതും ആ പ്രക്രിയയും എല്ലാം അറിയാം, പക്ഷേ സങ്കീർണതകൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് വിഷയവും, ഇത് SIR-ഉം കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നവും രണ്ടും കൂടി ഒരുമിച്ച്
ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ഈ SIR-ന്റെ ഗൗരവം, അതുണ്ടാക്കുന്ന അതിരൂക്ഷമായ പ്രത്യാഘാതത്തെ, ഇവിടത്തെ ഈ വോട്ട് ഒഴിവായി പോയതിനേക്ക് ലഘൂകരിച്ചു പോകും. അതിലുള്ള ഒരു പിന്നെ നമ്മുടെ ആളുകളുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കാനിടയുള്ള ആ ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടും കൂടി മറ്റേത് എത്ര ഗൗരവമുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്നലെ ഹിന്ദു പത്രത്തിൽ ശ്രീ PDT ആചാരി, നേരത്തെ ലോക്സഭാ ജനറൽ സെക്രട്ടറിക്ക് ആയിരുന്ന മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്, ഈ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയുടെ അഭാഗങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിന്ന് ദേശാഭിമാനി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാകും. അത്ര ഗൗരവം ഉള്ള ഒരു സംഗതിയെ നമ്മളിവിടെ ഈ 1-2 പേരുടെ വോട്ടർ പട്ടികയിലെ പേര് ഒഴിവായി പോയതിൻ്റെ ഈ സാങ്കേതികത്തേക്ക് കൊണ്ടുവന്ന് ലഘൂകരിക്കരുത്. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ പറയാണ്. ഇപ്പോൾ ഒന്ന്, ഇല്ലാത്ത പേരെങ്ങനെയാണ് CPM-ന്റെ ആളുകൾക്ക് വെട്ടിക്കളയാൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ നമ്മളെങ്ങനെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 3 തവണ അവസരങ്ങൾ നൽകി. അത് ഏറ്റവും അവസാനത്തെ സമയം എന്ന് പറയുന്നത് 4 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ നേരത്തെയൊക്കെ 1 മാസം നീണ്ടുനിന്ന പ്രക്രിയയായിരുന്നു അരുണെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ. അന്നിവിടെ കോൺഗ്രസ് ജീവിച്ചിരിപ്പുണ്ട് സജീവമായിട്ട്. അവർ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നാണ് നൗഷാദ് അലിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തകർ താഴെത്തട്ടിൽ വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട്. CPIM-ന്റെ പ്രവർത്തകർ, എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഈ VM വിനു താമസിക്കുന്ന ആ പ്രദേശത്തെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അവിടെ സ്ഥിരതാമസമില്ലാത്ത VM വിനു അതിലുണ്ടെങ്കിലാണല്ലോ ഞങ്ങൾക്ക് ആ പേര് നീക്കം ചെയ്യണം, തള്ളിക്കുക എന്ന് പറയുന്ന അപേക്ഷ കൊടുക്കേണ്ടത്. അയാളുടെ പേരേ ഇല്ലല്ലോ. 2020-ലെ അതേ പട്ടികയാണ്. 2020-ലെ അതേ പട്ടിക കാലോചിതമായി പരിഷ്കരിച്ചിട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അതിൽ VM വിനുവിൻ്റെ പേരില്ല. ഇല്ലാത്ത പേര് നീക്കം ചെയ്യാൻ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക? എന്തിനാണ് CPM-ന്റെ പേരിൽ അതിന് കയറുന്നത്? 2020-ലെ പട്ടികയും ഇവിടെ അവൈലബിൾ ആണല്ലോ നൗഷാദ് അലി. നിങ്ങൾ നോക്കൂ, അത് അവൈലബിൾ ആണ്. അതിൽ പേരില്ല അദ്ദേഹത്തിൻ്റെ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആ തെരഞ്ഞെടുപ്പ് മാറിപ്പോയതായിരിക്കാം. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത് 2020-ലെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയുണ്ട്. അതുകൊണ്ട് VM വിനുവിൻ്റെ വോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം അപാകത. അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രവർത്തകരായിരുന്നു, കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള VM വിനുവിൻ്റെ വോട്ടൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരുന്നത്, വോട്ടർ പട്ടിക പഠിക്കേണ്ടിയിരുന്നത് അവരാണ്. ചെയ്തിട്ടില്ല. ഇനി വൈഷ്ണവ് സുരേഷിൻ്റെ എടുത്താലോ? നേരത്തെ പറഞ്ഞു, എന്താ നമ്മുടെ ചട്ടം പറയുന്നത്? ഒരാൾക്ക് വോട്ട് ലഭിക്കണമെങ്കിൽ ആ പ്രദേശത്ത് അയാൾ ചുരുങ്ങിയത് 6 മാസമെങ്കിലും സ്ഥിരതാമസമായിരിക്കണം. ഇവിടെ അരുൺ ആവർത്തിച്ച് വൈഷ്ണയോട് ചോദിച്ചു, നിങ്ങൾ അവിടെ താമസമുണ്ടോ? ആ ചോദ്യത്തിൽ നിന്ന് വൈഷ്ണ തന്ത്രപൂർവ്വം സ്കിപ്പായി. അരുൺ ആ ചോദ്യം ആവർത്തിച്ചുമില്ല. എന്താ വൈഷ്ണ പറഞ്ഞത്? ഞങ്ങളുടെ തറവാട് വീട് അവിടെയുണ്ട്, ഞങ്ങളവിടെ നേരത്തെ വോട്ട് ചേർത്തിട്ടുണ്ട്, ഞങ്ങളവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാനും അച്ഛനും എൻ്റെ സഹോദരങ്ങളും അമ്മയും എല്ലാം അടങ്ങുന്ന കുടുംബം അവിടെ താമസമുണ്ട് എന്ന ഒരു വാചകം വൈഷ്ണയുടെ വായിൽ നിന്ന് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുവെങ്കിലും, അരുൺ ചോദിച്ചെങ്കിലും വൈഷ്ണയുടെ വായിൽ നിന്ന് വന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ CPIM പ്രവർത്തകർ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ധനേഷ്, അദ്ദേഹം CPM പ്രവർത്തകനാണോ എന്ന് എനിക്കറിയുകയും ചെയ്യില്ല, അദ്ദേഹം പറയുന്നു അവിടെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ സ്ഥിരതാമസമില്ലാത്ത ഒരു വൈഷ്ണവ് സുരേഷിൻ്റെതല്ല, 6-7 പേരുടെ പേരുകൾ അതിനകത്തുണ്ട്. ആ പേരുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്താൽ ഉടനെ നീക്കം ചെയ്യുമോ അരുണെ? ഇല്ല. ഇവർക്ക് നോട്ടീസ് പോകും. ഈ ഇലക്ടറൽ ഓഫീസർ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ERO, അദ്ദേഹം ഈ ബന്ധപ്പെട്ട കക്ഷിക്ക് നോട്ടീസ് അയക്കും, ഹിയറിംഗ് നടത്തും, ഈ പരാതിക്കാരനെയും വിളിക്കും, പേര് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെയും വിളിക്കും. എന്നിട്ട് ഈ പരാതിക്കാരൻ പറഞ്ഞ ആക്ഷേപം ശരിയല്ല, ഞങ്ങൾ അവിടെ സ്ഥിരതാമസമുണ്ട് എന്ന് അന്നത്തെ ഹിയറിംഗിൽ വൈഷ്ണവ് സുരേഷ് തെളിയിച്ചിരുന്നുവെങ്കിൽ അവരുടെ വോട്ട് അവിടെ നിലനിൽക്കുമായിരുന്നില്ലേ? അവർക്ക് അവിടെ നോട്ടീസ് കിട്ടി. അങ്ങനെയല്ലേ ഹിയറിംഗ് നടക്കുന്നത്? ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. ഈ നൗഷാദ് അലിക്ക് കൂടി പരിചയമുള്ള ഒരു കുടുംബമാണ്. നൗഷാദ് അലിയുടെ കാസർഗോട്ടെ അടുത്ത സുഹൃത്താണ് ഹാരിസ് ഉപ്പള. അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, ഈ ഹാരിസ് ഉപ്പളയുടെ ഭാര്യ, അദ്ദേഹം എൻ്റെ കോബ്രദർ കൂടിയാണ്. അവരുടെ എല്ലാം വോട്ട് നീക്കം ചെയ്തു. കോൺഗ്രസ്സുകാരാ പരാതി കൊടുത്തത്. എന്നിട്ട് അരുണെ ചന്ദ്രിക പത്രത്തിൽ വലിയ വാർത്ത വന്നു. DYFI നേതാവ് VPP മുസ്തഫ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബത്തിന് അവിടെ താമസമില്ലാതിരുന്നിട്ടും വോട്ടുകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ഉൾപ്പെടെ ചന്ദ്രികയിൽ വന്നു. ഉദുമ പഞ്ചായത്തിനകത്ത്, ഗ്രാമപഞ്ചായത്തിനകത്ത്.
അവർക്ക് ഈ കോൺഗ്രസ്സുകാരൻ കൊടുത്ത പരാതിയുടെ പുറത്ത് അവർക്ക് നോട്ടീസ് കിട്ടി, അവർ ഹിയറിംഗിന് ഹാജരായി, അവരുടെ വോട്ടുകൾ സ്ഥാപിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വൈഷ്ണവ സുരേഷനും ധനേഷ് കൊടുത്ത പരാതിയുടെ മോൾ ഹിയറിംഗിന് അന്ന് നോട്ടീസ് കിട്ടി ഹാജരായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഹൈക്കോടതിയൊന്നും കയറേണ്ടി വരുമായിരുന്നില്ല. അന്ന് തന്നെ അവർ ഈ രേഖകൾ ഹാജരാക്കി അവരുടെ താമസം അവിടെ ഉറപ്പിച്ചിരുന്നുവെങ്കിൽ അവർ അതിന്റെ രേഖകൾ ഹാജരാക്കി. ഇതുപോലെ ഞാനൊരു മറുപടി ഒന്ന് കോൺഗ്രസ് പ്രതിനിധിത്തിന് വരാം. കാര്യം നമുക്ക് SIR കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. SIR-ൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പിടിവാശി എത്രത്തോളം സമ്മർദ്ദം BLO-മാർക്കും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാക്കുന്നു എന്നത് കൂടി ചർച്ച ചെയ്യണം രണ്ടാം ഘട്ടത്തിൽ. അതിനു മുമ്പ് ഞാൻ നൗഷാദ് അലിയുടെ ഒരു പ്രതികരണം കൂടി. നൗഷാദ് അലി, ഈ വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിലും അങ്ങനെയൊരു പിഴവ് സാങ്കേതികമായി സംഭവിച്ചിട്ടില്ലേ? VM വിനുവിന്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ്, പക്ഷേ നിർഭാഗ്യവശാൽ അത് ശ്രദ്ധിച്ചില്ല. 2020-ലെ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനി കോടതിയിൽ പോയാലും അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അതായത് നിങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ നിങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച VM വിനുവിനെ നിങ്ങൾക്ക് ഇനി മത്സരിപ്പിക്കാനാവില്ല. അവിടെ പകരം ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവിടെ താമസിക്കുന്നില്ല. KP നൗഷാദ് അലി. അരുൺ, ഇതിനകത്ത് എനിക്ക് അരുണിൻ്റെ ചോദ്യങ്ങൾ, അരുൺ വീണ്ടും വീണ്ടും ഇത്തരം ന്യായങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ പിന്നെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരിക്കെതിരെ നിരവധിയായിട്ടുള്ള ന്യായങ്ങൾ അന്തരീക്ഷത്തിൽ സ്ഥാപിച്ചു പരസ്യമായിട്ട് പത്രസമ്മേളനത്തിലൂടെ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിനൊക്കെ മറുപടി പറയുന്നത് നിങ്ങളെന്തേ അന്ന് പറഞ്ഞില്ല, അപ്പോൾ അന്ന് എവിടെയായിരുന്നു നിങ്ങൾ? ഇത്തരം 2-3 ചോദ്യങ്ങൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ അവരുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. അവരുടെ കൈകളിൽ കളങ്കം ഉണ്ട് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുപോലെ നിങ്ങളിതൊക്കെ അന്ന് എവിടെയായിരുന്നു? അന്ന് VM വിനു എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചേർത്തില്ല? അന്നെന്താ വൈഷ്ണവരാജന് വൈഷ്ണവന് വോട്ടുണ്ടായില്ല? ഈ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. വൈഷ്ണവ് സുരേഷിന്റെ ആക്ഷേപം അല്ലെങ്കിൽ VM വിനുവിന്റെ ആക്ഷേപം CPM-നെതിരെയാണ്. പക്ഷേ നോക്കൂ, എന്റെ ചോദ്യം ഇതാണ്. നമ്മുടെ ചട്ടം എന്താ പറയുന്നത്? 6 മാസം ഒരു വാർഡിൽ നിങ്ങൾ സ്ഥിരതാമസക്കാരനല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല, വോട്ടവകാശം അവിടെ ഉണ്ടാവില്ല. 7 വർഷമായി ആ സ്ഥലത്തില്ല, അവരുടെ പേരിൽ ഒരു വീട് അവിടെ ഇല്ല, അവരുടെ ബന്ധുവിന്റെ പേരിൽ മാത്രമാണ് ഒരു വീടുള്ളത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന വൈഷ്ണവ് സുരേഷിന് എങ്ങനെയാണ് മുട്ടടയിൽ വോട്ട് ചെയ്യാൻ പറ്റുക? അല്ല അരുണ്, വൈഷ്ണവ് സുരേഷ് എന്ന വ്യക്തിക്ക് ഇനി മുട്ടടയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലോ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ വോട്ടവകാശത്തിനുള്ള അർഹതയുള്ള ആളാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. വിനുവിനും വോട്ടവകാശത്തിനുള്ള അർഹതയുണ്ടല്ലോ. അതിനകത്തെ സാങ്കേതിക പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂപ്പർവൈസറി ലാബ്സ് ഒക്കെ എടുത്തുയർത്തിക്കൊണ്ട് ഇത് കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധമാണ് എന്നൊരു നരേറ്റീവ് സ്ഥാപിക്കലല്ല നിങ്ങളുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് SIR എന്ന നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ളൊരു ദുരുപയോഗത്തിനെതിരായിട്ടുള്ളൊരു ചർച്ചയാണ്. അതിൽ 2 വ്യക്തികളുടെ വോട്ട് ഇല്ലാതെ പോയത് കോൺഗ്രസ്സുകാരെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾ സ്ഥാപിച്ചു വരുന്നത്. അത് നിങ്ങൾ ഈ വലിയ വിഷയത്തോട് ചെയ്യുന്ന അന്യായമാണ്. രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിനുള്ള ഒരു വിഷയമായതുകൊണ്ടാണ്. അപ്പം ജനങ്ങൾക്കറിയണമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വൈഷ്ണയുടെ പേര് CPM ഇടപെട്ടാണ് വെട്ടിമാറ്റിയതെങ്കിൽ അത് ന്യായമില്ലെങ്കിൽ അത് അറിയണം. മറുഭാഗത്ത് VM വിനുവിന്റെ പേര് വെട്ടിമാറ്റിയതും രാഷ്ട്രീയമായ താല്പര്യങ്ങളാണെങ്കിൽ അതറിയണം. അതുകൊണ്ടാണ് ഞാൻ KP നൗഷാദ് അലി ഹൈക്കോടതിയിലെ വളരെ സജീവ പരിഗണനയുള്ളൊരു വിഷയമാണ്. അതിൽ നിലവിലുള്ള ഹൈക്കോടതിയുടെ എല്ലാ പരാമർശങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥിയായ വൈഷ്ണയ്ക്ക് അനുകൂലമാണ്. ഇനി എന്താ കോടതി തീരുമാനിക്കാൻ നമുക്ക് നോക്കാം. അരുൺ, അല്ലാതെ നമ്മളിവിടെ ചാനൽ മുറിയിലിരുന്നല്ലോ കോടതിയിലുള്ള ഒരു വിഷയത്തിന്റെ ന്യായാന്യായങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിൽ ആത്യന്തികമായി എന്താണ് VPP മുസ്തഫയുടെ കമന്റ്? എനിക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കൂടി പോകണം. VPP അല്ല നൗഷാദ് അലി, അങ്ങനെ കോൺഗ്രസിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരും ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടിക്രമങ്ങളിൽ ഇടപെടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നൗഷാദ് അലിയുടെ സുഹൃത്ത് ഹാരിസിന്റെ ഭാര്യയുടേത് ഉൾപ്പെടെ അവരുടെ സഹോദരങ്ങളുടേത് ഉൾപ്പെടെയുള്ള വോട്ട് നീക്കം ചെയ്യാൻ ആ കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ ഹർജി കൊടുത്തത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെയാണ് CPM-ന്റെ പ്രവർത്തകർ അവിടെ. അരുണെ, നിങ്ങളെല്ലാം കൂടി ഈ വൈഷ്ണയുടെ പിറകെ മാത്രം പോവുകയാണ്. ആവർത്തിച്ച് ധനേഷ് പറയുന്നു, ഞാൻ ആദ്യഘട്ടത്തിൽ 15 പേരുടേത് കൊടുത്തിട്ടുണ്ട് നീക്കം ചെയ്യാൻ. ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടല്ലേ. അതല്ലാത്ത എത്ര പേരുടെ വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്? അങ്ങനെ നീക്കം ചെയ്തവരുടെ എല്ലാം പിറകെ പോയിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ? അതേ പറഞ്ഞത്. അതുകൊണ്ടാണ് നൗഷാദ് അലിയുടെ സുഹൃത്തിന്റെ ഭാര്യ എൻ്റെ കുടുംബക്കാരായിട്ടുള്ളവരുടെ വോട്ട് നീക്കം ചെയ്തതിനെ കുറിച്ച് ചർച്ചയില്ലാത്തത്.
അപ്പൊ ഇതെല്ലാം ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്നതാ. അത് ചെയ്യാതിരുന്നത് കോൺഗ്രസിന്റെ സംഘടനാപരമായ വീഴ്ചയാണ്. അത് അവർ ഏറ്റെടുക്കേണ്ടതാണ്. അത് തന്നെയാണ് കേരളത്തിൽ രാജ്യത്താകെയും കോൺഗ്രസിന്റെ ഈ പിറകോട്ട് പോക്കിന് കാരണം. അവരുടെ സംഘടന ഉണ്ടാക്കുന്നില്ലാന്നേ. ആ സംഘടന ഉണ്ടാക്കാത്തതിന്റെ പിറകോട്ട് പോക്കിലാണ് മറ്റു പലരും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് കയറി വരുന്നത്. അത് കോൺഗ്രസ് ഉൾക്കൊള്ളണം. അതല്ലാതെ കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്വമില്ല, ഇത് വേറെ ആരുടെയോ ചുമതലയാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, അരുൺകുമാർ അതിനകത്ത് ഒറ്റ കാര്യം കൂടെ. അരുൺകുമാർ അതിനകത്ത് ഇപ്പൊ VPP മുസ്തഫ പറഞ്ഞ കാര്യത്തില് പിന്നെ അതിനകത്തുള്ള ന്യായങ്ങളും അതിനകത്തുള്ള വിമർശനങ്ങളിൽ ഉൾക്കൊള്ളേണ്ട സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാട്ടോ. നമ്മളൊക്കെ പണ്ഡിറ്റ് നെഹ്റുവിനെ പിന്നെ അനുധാവനം ചെയ്യുന്ന കോൺഗ്രസ്സുകാരാണ്. വിമർശനത്തെ യഥാവിധി ഉൾക്കൊള്ളുകയും അതിനകത്ത് കഴമ്പുകളുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് സ്വയം തിരുത്തുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. ഓക്കെ, വളരെ പോസിറ്റീവായ റെസ്പോൺസ് ആണ് KP നൗഷാദ് അലി. അത് ജനാധിപത്യത്തിലെ ഒരു അന്തസ്സാണ്. ഇപ്പോൾ നമുക്ക് സംഘടനാപരമായ വീഴ്ച പറ്റിയാൽ അത് പരിശോധിക്കും എന്ന് പറയുന്നതാണ്. അതിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുന്നതല്ലല്ലോ. പക്ഷേ എന്നാൽ അങ്ങനെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇല്ലെങ്കിൽ ഈ പിടിവാശി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ എന്തിനു കാട്ടുന്നു? രാജേഷ്, ഇപ്പോൾ ഈ വാർത്തകളൊക്കെ താങ്കൾ കാണുന്നുണ്ടല്ലോ. അനീഷ് ജോർജ് എന്ന് പറയുന്ന ഒരു BLO ജീവനൊടുക്കിയത് നമ്മൾ കണ്ടു. രാജസ്ഥാനിൽ മറ്റൊരു BLO ജീവനൊടുക്കിയതിൻ്റെ വാർത്ത നമ്മൾ വായിച്ചു. ഓരോ ദിവസവും റിപ്പോർട്ടർ TV ഇന്ന് 10-12 ശബ്ദരേഖകളാണ് പുറത്തുവിട്ടത്. BLOമാരായ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ജീവനക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഈ തിടുക്കപ്പെട്ട് 2002 2 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ഒരു പ്രോസസ്സ് ഈ 30 ദിവസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നുള്ള ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പിടിവാശി BJP എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? അതല്ലെങ്കിൽ രാജേഷിനെ പോലുള്ളവർ എങ്ങനെയാണ് അതിനെ പിന്തുണയ്ക്കുക? ആദ്യമേ തന്നെ ഇന്നത്തെ റിപ്പോർട്ടറിന്റെ ഈ തലക്കെട്ട്, ഈ ഡിബേറ്റിന്റെ തലക്കെട്ട് തന്നെ SIRലെ പിടിവാശി എന്താണെന്നാണ്. അതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ SIRന്റെ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായ തിടുക്കം കാണിക്കുന്നത് ആരാണ്? എവിടെയാണത് സംഭവിക്കുന്നത്? എവിടെ ഇത്രയും കുറ്റകരമായ അനാസ്ഥ എവിടെ നടക്കുന്നു എന്ന് കണ്ടെത്തി ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന. ഏറെ ദിവസമായിട്ട് ഈ വിഷയം വളരെ വിവാദമാകുന്നു. ആക്ഷേപം ഉയർന്നു വരുന്നു, ആരോപണം ഉയർന്നു വരുന്നു. അത്തരത്തിൽ വലിയ സങ്കീർണമായ ഈ വിഷയത്തെ പൊതുസമൂഹത്തിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ കാലാകാലങ്ങളിൽ നടക്കുന്ന സമയബന്ധിതമായി നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ, അതിന്റെ ഭാഗമായി നടക്കുന്ന SIR പ്രവർത്തനങ്ങൾ അത് ആരംഭിച്ചു, അത് ഏകദേശം പകുതി സമയം പിന്നിടുന്ന സമയത്താണ് ഈ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് BLOമാർ നേരിടുന്ന അതിസമ്മർദ്ദം ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല. അത് സത്യം തന്നെയാണ്. അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനും പറ്റില്ല. പക്ഷേ എവിടെയാണ് അവർക്ക് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? ഇത് ആരംഭിച്ച് ഇത് നവംബർ 4-ാം തീയതി ആരംഭിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് യാതൊരു വിവാദവുമില്ല. ഇത് പൂർത്തീകരിക്കുന്നതെ സംബന്ധിച്ച് ഒരു ആശങ്കയും ആർക്കുമില്ല. ഒരു BLOയുടെ ഭാഗത്തുണ്ടായിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി, ലീഗ് പോയി, കോൺഗ്രസ് പോയി, സർക്കാർ പോയി, സർക്കാരും ലീഗും കോൺഗ്രസും ഉണ്ട്. ഒരു മിനിറ്റ്, അങ്ങനെ അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശങ്ക അതല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ആശങ്ക SIR വേണ്ട, നിർത്തിവെക്കണമെന്നുള്ളതാണ്. പക്ഷെ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു നടപടിക്രമം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് BLO അവരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഏത് സർക്കാരാണെന്നോ ആരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഇരിക്കുന്നതെന്നും നമ്മുടെ ഭാഗമല്ല. അത് കൃത്യമായി നിർവഹിക്കുക, അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല കാര്യക്ഷമമായി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അവർക്കൊരു ആശങ്കയില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. BLOമാർക്ക് ആശങ്കയില്ലായിരുന്നു. പക്ഷേ BLOമാരുടെ മേല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളതിന് വിരുദ്ധമായി, ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അനാവശ്യമായ തിടുക്കവും സമ്മർദ്ദവും ചെലുത്തിയത് ആരാന്ന് കണ്ടെത്തണം. ഈ മാധ്യമങ്ങൾ ഏറെ ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിന് നിങ്ങളിപ്പോ ധാരാളം വോയിസ് ക്ലിപ്പുകൾ വിട്ടുകൊണ്ടിരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ വിട്ട അതിന്റെ മേൽ എന്ത് നടപടി ഉണ്ടായി? അതിന് ശക്തമായ താക്കീതുണ്ടാകുന്നില്ല. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രവൃത്തിയിൽ അതൃപ്തിയുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ BLOമാരുടെ മേലൊരു സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞങ്ങൾ യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ കൂടുതൽ ഗൗരവമായി കണ്ടിരുന്നുവെങ്കിൽ ഇത്തരം കുറ്റകരമായ അനാസ്ഥ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാകില്ലായിരുന്നു. അനീഷ് ജോർജിനെ പോലുള്ള ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഒഴിവാക്കാൻ കഴിയുമായിരിക്കും ഒരു പക്ഷേ. ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ
ഇതിനകത്ത് നമ്മൾ ഇത് അറിയാതെ പോകുന്ന ഇത് ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഞങ്ങൾ ജീവനക്കാരുടെ സംഘടന എന്നുള്ള നിലയ്ക്കും കേരള NGO സംഘം വളരെ കൃത്യമായി തന്നെ ഇതിന്റെ തുടക്കം മുതൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പക്ഷേ അതിൽ കാര്യമായ ഒരു ശ്രമവും ഉണ്ടാവുന്നില്ല. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളുടെ പരാതിയിൽ മേൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് ചോദിച്ച സമയത്ത് നിരവധി മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ വിഷയം ഒളിച്ചുവെക്കുകയും മറച്ചുവെക്കുകയാണ് ചെയ്തത് ബന്ധപ്പെട്ട അധികാരികൾ. പക്ഷേ എത്രയോ ആളുകൾ, എത്രയോ BLMമാർ വളരെ നിശബ്ദമായി അവരുടെ ജോലികൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലർക്കും പല ഘടകങ്ങളാണ്. ധാരാളം വനിതകളെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ നിർബന്ധപൂർവ്വം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർക്കത് പൂർത്തീകരിക്കുന്നതിന്, ആ പ്രക്രിയ നടപ്പിലാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ വാഹനം സ്വന്തമായിട്ട് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇതിന് കൊടുക്കുന്ന ഈ തുച്ഛമായ ഓണറേറിയമാണ് കൊടുക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ചയില്ല. അതിന്റെ ഭാഗമായി BLOമാർ നേരിടുന്ന വേറെ മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി നടക്കുന്ന, രാത്രിയും പകലും നടത്തുന്ന ഈ പ്രക്രിയയെ സംബന്ധിച്ചിട്ട് അതിനകത്ത് ആർക്കും ഒരു അഭിപ്രായമില്ല. അതിന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഏത് സർക്കാർ എന്നുള്ളതല്ല, ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കുന്ന ആ പ്രക്രിയ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട, ചുമതലപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ടവരാണ് BLOമാരും സർക്കാർ ജീവനക്കാരും. അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിന് ഒരു മുതലെടുപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള അതിനെ വെച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ചിലർ ഇതിനെ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഞങ്ങൾ ഇത് ആവർത്തിക്കപ്പെടുവാണ്. ഈ സമയത്ത് 30 ദിവസം കൊണ്ട് മനുഷ്യസാധ്യമാണ് ഈ 1400 പേരോളം വരുന്ന ആളുകൾക്ക് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ എന്യൂമറേഷൻ ഫോം കൊടുത്ത് അത് പൂരിപ്പിച്ച് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് തിരുത്തി ഡിജിറ്റലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു മനുഷ്യസാധ്യമായ കാര്യമാണോ രാജേഷ്? അതെ, മനുഷ്യസാധ്യമാണോ എന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിന്റെ ആരംഭഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ഇത് തുടങ്ങുന്ന സംബന്ധിച്ച് ബന്ധപ്പെട്ട ആരാണ് അല്ല അത് കാലാവധി നീട്ടിക്കൊടുക്കുന്നതിൽ തടസ്സമില്ല. ഇത് അത് ചെയ്യേണ്ട സമയത്തിന് അപ്പുറം അല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നീട്ടിക്കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അത് മൊത്തത്തിൽ അവർ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാഴ്ചപ്പാടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു നിമിഷം, ഒരു BLO നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഈ ചർച്ച ചെയ്തിട്ടുള്ള ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നടപടി പറഞ്ഞൊന്ന് പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. പറഞ്ഞോളൂ രാജേഷ്, 30 സെക്കൻഡിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചോളൂ. 30 സെക്കൻഡിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചോളൂ. അതിനുശേഷം ഞാൻ BLOയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലൊരു വലിയ പ്രഷർ നടത്തുന്നവർ നിശബ്ദമായി ഒളിച്ചിരുന്ന് ഇത്തരം ആളുകളെ സമ്മർദ്ദത്തിലാക്കി ഇത് അട്ടിമറിക്കാൻ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നു. എല്ലാ മണ്ഡലത്തിലും നടക്കുന്നത് ഞങ്ങൾ പറയുന്നില്ല, എല്ലാ പ്രദേശത്തും നടക്കുന്നു അടിച്ചേൽപ്പിക്കുന്നു. പർപ്പസ്ഫുള്ളി അല്ല, അതാരാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചിലരുടെ ഭാഗത്തുനിന്ന് ഇത് നടത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, നടത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവര് എന്താണ് പറയുന്നത്, ഇവിടത്തെ ഭരിക്കുന്ന സർക്കാർ ഒരു തീരുമാനമെടുത്തു, ഇത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അതിനനുകൂലമായി ഇവിടത്തെ ഇടത് സർവീസ് സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഒരു അണിയറ നീക്കം നടക്കുന്നുണ്ട്, ഒരു ഗൂഢ പദ്ധതി നടക്കുന്നുണ്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. തഹസിൽദാർമാരും ഡെപ്യൂട്ടി തഹസിൽദാർമാരും വില്ലേജ് ഓഫീസറും അടങ്ങുന്നവരിൽ ഇടത് ആഭിമുഖ്യമുള്ള സർവീസ് സംഘടനകളിൽപ്പെട്ടവരാണോ ഈ സമ്മർദ്ദം ചെലുത്തുന്നത്? അല്ലെ, അതിനെ ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്ക് മേൽ അമിത സമ്മർദ്ദമുണ്ട്. അല്ലെ, നോക്കൂ, അത് കണ്ടുപിടിക്കട്ടെ ഇവിടെ. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് ഈ ഉദ്യോഗസ്ഥരും ഇത് നടപ്പിലാക്കുന്നവരെ നിരീക്ഷണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി, ഡിസംബർ 4-ാം തീയതി നിശ്ചയിച്ചതുകൊണ്ടല്ലേ ഒരു 10-20 ദിവസം നീട്ടിക്കൊടുത്ത എന്താ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷന്? അല്ല, അതിന്റെ പ്രാദേശികമായ നടത്തിപ്പോയി നിൽക്കുന്ന ബന്ധപ്പെട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ അതിന്റെ പൾസ് അറിയാമല്ലോ, അതിന്റെ സാഹചര്യം അറിയാമല്ലോ. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നിരവധി യോഗങ്ങളും മീറ്റിംഗുകളും നടത്തുന്നത്. ആ യോഗങ്ങളിലെല്ലാം ഇത് നടക്കൂല എന്നാണ് പറഞ്ഞത്. പ്രായോഗികമല്ല എന്ന നിലപാടാണ് CPM-ഉം കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. അന്ന് കേട്ടില്ല.
അല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശരി, ഞാൻ ജീവനക്കാർ നേരിടുന്ന ഞാൻ ആ BLO-യിലേക്ക് കൂടി പോയി വരാം. സുഹൃത്തെ, ഞാൻ പേര് പറയുന്നില്ല. താങ്കൾ ഏകദേശം എത്ര ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമുകൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു? ഈ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ ഈ ജോലി താങ്കൾ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക്? നിലവില് രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴും ഫീൽഡിലാണ്. ഏതാണ്ട് 60% ഫോമുകൾ വിതരണം ചെയ്യാനായിട്ട് കഴിയുകയും അതിന്റെ തന്നെ ഒരു 60-65% ഫോമുകൾ കളക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്കൊരാളെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന, അതായത് ഒരു സംശയം ചോദിക്കുന്നവർക്ക് അവിടെ സംശയ നിവാരണം നടത്തിക്കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അല്ല, ഇങ്ങനെ പോയാൽ കുറ്റമറ്റതല്ലാത്ത രീതിയിൽ ഈ വോട്ടർ പട്ടിക വരുമോ? ഈ പിഴവുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയല്ലേ? ഏറെയാണ്. കാരണം നമുക്കത് പരിശോധിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് പരിശോധിക്കാനും അവരെ സംശയം നിവാരണം ചെയ്തുകൊണ്ടത് ചെയ്യാനുള്ള സാഹചര്യം വളരെ വിരളമാണ്. ഈ നിങ്ങളെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സമ്മർദ്ദത്തിലാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ? അതായത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ? അങ്ങനെയല്ല. കേരളത്തിലെ ഒട്ടുമിക്ക, അതായത് കേരളത്തിൽ ഈ 140 മണ്ഡലങ്ങളില് എല്ലാ മണ്ഡലങ്ങളിലും ഒരേ ലെവലിലാണ് ഈ പ്രഷർ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ഈ പരാതികൾ ഉയർന്നു വരുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര ദിവസം കൂടെ നീട്ടി കിട്ടിയാൽ ഇത് കുറച്ചുകൂടി സമാധാനത്തോടു കൂടി സമ്മർദ്ദമില്ലാതെ ചെയ്ത് തീർക്കാൻ കഴിയും? എനിക്ക് തോന്നുന്നു 1 മാസം കൂടെ എങ്കിലും മിനിമം ഇത് നീട്ടി കിട്ടിയാലേ എനിക്ക് തോന്നുന്നു ഇത് കുറ്റമറ്റ രീതിയിൽ എല്ലാവരിലും ഫോം എത്തിച്ച് അവരുടെ തന്നെ ഡാറ്റാസ് എല്ലാം കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടെ ഈ പറയുന്ന ഡിസംബർ 4 കഴിഞ്ഞ് 1 മാസം കൂടെ എങ്കിലും മിനിമം നമുക്ക് ലഭിച്ചാൽ മാത്രമേ കേരളത്തിൽ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് എനിക്കറിയില്ല. കേരളത്തിൽ നമ്മൾ ഒരു താങ്കളും ശരിക്കും സമ്മർദ്ദത്തിൽ തന്നെയാണോ ഈ ജോലിയുടെ ഭാരത്തിൽ? 100% സമ്മർദ്ദത്തിലാണ്. ഫാമിലിയെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. ശ്രീ രാജേഷ് കേൾക്കുന്നുണ്ടല്ലോ ഈ BLO പറയുന്നത്? ശ്രീ രാജേഷ്, അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ ഈ BLO പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വിഷയം ഇത്രയും വിവാദമായി ഏറെ ചർച്ചയായി നിൽക്കുന്ന സമയത്ത് പോലും ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്താണ്? BLO-മാരെ തെരഞ്ഞെടുപ്പ് പോളിംഗുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇന്നലെ ധാരാളം BLO-മാരെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുമായിരുന്നു. അപ്പൊ മനസ്സിലാക്കണം, ഓരോ ജില്ലയിലെ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് വീണ്ടും അവരിലേക്ക് അതിസമ്മർദ്ദം അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിൽ കണ്ട് ഞങ്ങൾ പരാതി ഉന്നയിച്ച സമയത്ത് അദ്ദേഹം ഉറപ്പു തന്നു, അങ്ങനെ BLO-മാരെ ഒരു കാരണവശാലും പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത്, എവിടെയോ നിങ്ങൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇത് കണ്ടെത്തേണ്ടതുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് വളരെ ഏതെങ്കിലും ഒരു ചുരുക്കം ആളുകളിലേക്ക് മാത്രമുള്ള പ്രശ്നത്തെ ഒരു വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഈ കേരളത്തിലെ ഈ ജോലി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു BLO-യെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ രാജേഷ്? ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതല്ല, ഇത് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റും. 25,000-ഓളം വരുന്ന BLO-മാരിൽ ഒരാളെ ഒട്ടും സമ്മർദ്ദമില്ലാതെ കൊള്ളാം, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി രാവിലെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും SIR-നും പോവുകയാണ്, എന്യൂമറേഷൻ ഫോം കൊടുക്കാൻ പോകണമെന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റൂ? അല്ല, അത് ഞാനാ പറയുന്നേ. ആരാണ് ഈ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നത് കണ്ടെത്താൻ. VPP മുസ്തഫ, ആരാണ് ഈ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നത് രാജേഷിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ്. ഇത് ഇടത് യൂണിയനിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇത് അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കമാണോ VPP മുസ്തഫ? ഈ NGO സംഘിന്റെ പ്രതിനിധി അന്ധമായ രാഷ്ട്രീയ അടിമത്തം മൂലം എത്ര വസ്തുതാരഹിതമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തൻ്റെ സഹപ്രവർത്തകർ, അതിലേറെ പേർ നിങ്ങളുടെ സംഘടനയിലുള്ളവരായിരിക്കാം ചിലപ്പോൾ രാജേഷേ. ഇങ്ങനെയൊന്നും ഈ രാഷ്ട്രീയ വിധേയത്വം കൊണ്ട് നാട് നേരിടുന്ന, പ്രത്യേകിച്ച്
കക്ഷി രാഷ്ട്രീയ വഴക്കിലേക്ക് കൊണ്ടുവരരുത്. പോട്ടെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ SIR നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ. NGO സംഘിന്റെ പ്രതിനിധി ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ 12 സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഹാറിൽ നടന്നു കഴിഞ്ഞു. രാജസ്ഥാൻ ആരാ ഭരിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് കൂറുള്ള BJP അല്ലേ ഇപ്പോൾ രാജസ്ഥാൻ ഭരിക്കുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിൽ അവിടുത്തെ BLO മുകേഷ് ജംഗിത്ത് 44 വയസ്സുകാരനാണ്. തീവണ്ടിക്ക് ചാടിയിട്ടാണ് മരിച്ചത്. അവിടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. ഈ SIRന്റെ പ്രവർത്തനത്തിലെ സമ്മർദ്ദം മൂലം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പോയി തീവണ്ടിക്ക് ചാടി ജീവനൊടുക്കി. അവിടെ ഏത് ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ ഉദ്യോഗസ്ഥരാണ് മുകേഷ് ജംഗിത് എന്ന് പറയുന്ന BJP ഭരിക്കുന്ന രാജസ്ഥാനിലെ ഈ അധ്യാപകന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത്? എന്തിനാ അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തു വന്നത്? പശ്ചിമ ബംഗാൾ അവിടെ ഭരിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ഇടതുപക്ഷക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയാണ്. അവിടെ കൊൽക്കത്തയിൽ, വടക്കൻ കൊൽക്കത്തയിൽ അവിടുത്തെ സൂപ്പർവൈസറാണ്, BLO മാത്രമല്ല സൂപ്പർവൈസറാണ് യോഗത്തിൽ കുഴഞ്ഞു വീണിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്ടിൽ അവിടുത്തെ റവന്യൂ ജീവനക്കാരുടെ ഫെഡറേഷൻ ഇത് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ ആളുകൾ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടാണോ ഈ പ്രതിഷേധത്തിലേക്ക് വരുന്നത്, ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്? അതുകൊണ്ട് സങ്കുചിതമായ ഒറ്റ കാര്യമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യം, വോട്ടർ പട്ടിക പുതുക്കണം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാലോചിതമായി കുറ്റമറ്റ സമഗ്രമായ വോട്ടർ പട്ടിക വരണം. പക്ഷേ NGO സംഘിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ അടിസ്ഥാനമായിട്ട് എടുത്ത 2002 വോട്ടർ പട്ടിക, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അതെടുത്തതാണ് ഈ എല്ലാ സമ്മർദ്ദങ്ങൾക്കും കാരണം. കാരണം 2002 ബൂത്തല്ല ഇപ്പോഴുള്ളത്. അതിനേക്കാൾ 10, 15, 2002 ശരി ശരി മുസ്തഫ, അല്ല, ഞാൻ ഒറ്റ കാര്യം അരുൺ ഇതിനകത്ത് പറയാനുള്ളത്, അതായത് ഇത് സത്യത്തിൽ ഈ BJP രാജ്യത്ത് ഏതൊരു തരത്തിലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും അവരതിന് പരോക്ഷമായിട്ടുണ്ടാക്കുന്നൊരു നരേറ്റീവ്, ഇത് ന്യൂനപക്ഷത്തിനെതിരാട്ടോ, ഇത് മറ്റവർക്ക് പണി കൊടുക്കാനാട്ടോ എന്ന മറ്റുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ടാണ് അവരിതൊക്കെ നടപ്പിലാക്കാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പറ്റം അനുഭാവികളെ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ നരേറ്റീവിന് ഇരയാവുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് BJP പ്രചരിപ്പിക്കുന്നവരും എല്ലാ മനുഷ്യരും തുല്യമായി കഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടുകളാണ് BJPയുടെ എല്ലാ നയങ്ങളും കൊണ്ടുണ്ടാവുന്നത്. ഹിന്ദു കത്തരമേഹെ എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഹിന്ദു കത്തരയിലാണ്, ഭീഷണിയിലാണ്. കാരണം ഈ വലിയ കരിനിയമങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ദൂഷ്യഫലം അനുഭവിക്കുന്നത് വലിയ ജനവിഭാഗം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അവരാണ്. എല്ലാ മനുഷ്യരും പാവപ്പെട്ടവരെ വലിയ കഷ്ടത്തിലാണ്. BJP സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്തരത്തിൽ ആ കഷ്ടതയോടൊപ്പം നിൽക്കാനുള്ളൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തവണ്ണം നിങ്ങൾ അപ്പുറത്ത് ന്യായീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ പിന്നെ സാഹചര്യം ഓർത്ത് വലിയ സഹതാപമുണ്ട്. ഇത് രാജ്യത്തൊരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതൊരു വലതുപക്ഷ തീവ്ര ഫാസിസ്റ്റ് നയത്തിന്റെ പുറകെയാണ്. അതുകൊണ്ട് മാനവികതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട സമയം അതിക്രമിച്ചു. മുസ്തഫ, താങ്ക് യു KP നൗഷാദ് അലി. S രാജേഷ്, ജനറൽ സെക്രട്ടറി NGO സംഘ്. ഒപ്പം നമ്മളോടൊപ്പം ചർച്ചയിൽ ചേർന്ന BLO പ്രതിനിധി വൈഷ്ണ സുരേഷ്, ധനേഷ് കുമാർ. Debate with Dr. Arun Kumar.